ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഐക്യമില്ലായ്മ തുടരുന്നു. ഒരു പാർട്ടിയും 100 അഭിപ്രായങ്ങളും, കൂട്ടത്തിൽ അടിച്ചുപിരിയലും അവഗണനയും. കോൺഗ്രസ് എന്ന് കേട്ടാൽ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള പാർട്ടിയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ സത്യം എന്താ വെച്ചാൽ കോൺഗ്രസിന് പറയാനുള്ളത് പ്രതികാരത്തിന്റെ കഥയാണ്, കണ്ണീരിന്റെ കഥയാണ്, ഒറ്റപ്പെടുത്തലിന്റെയും അവഗണനയുടെയും കഥയാണ്. ഞാൻ 2 വർഷം ഞാൻ കാത്തിരുന്നു. എന്നെ വളരെ ദുഃഖിപ്പിച്ച ഒരു സംഗതി ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്നെ പോലൊരാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സുപ്രധാനമായ കാര്യം, നിർണായകമായ ചില കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ കോൺഗ്രസിന് മുൻ അനുഭവങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഉത്തമ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിർദ്ദേശിച്ച അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ, ആദ്യമൊക്കെ ചർച്ച ചെയ്യുമെന്നൊരു പറഞ്ഞിരുന്നെങ്കിലും ഒരു തരത്തിലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ AICCയുടെയോ KPCCയുടെയോ ഉത്തരവാദപ്പെട്ട ഒരാൾ പോലും എന്നെ കണ്ടിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിന് നല്ലത് വരാൻ വേണ്ടി നമ്മുടെ VM സുധീരൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, എത്ര ഉപദേശങ്ങൾ നൽകി. എന്നിട്ട് KPCCയോ AICCയോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലല്ലോ. വേദനിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. KPCC നേതാക്കന്മാരോട് ചിലർ ചോദിക്കുമ്പോൾ പറയും, അദ്ദേഹം പണി നിർത്തിപ്പോയി. ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും യോഗങ്ങൾക്ക് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ പറയുന്നത്. അദ്ദേഹം പണി നിർത്തി പോയിരിക്കുകയാണ്. അത് പിന്നെ സുധീരൻജി ഇപ്പോഴത്തെ നേതൃത്വത്തിന് ഉപദേശിക്കാനോ വിമർശിക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ സൈഡാക്കി കളയും. ഞങ്ങളുടെ സുധാകരൻജിയുടെയും സതീശേട്ടന്റെ ഒരു രീതി അതാണ്. ശരി, അപ്പൊ പാർട്ടി വിട്ടിട്ടാണോ സുധീരൻ സാറ് കണ്ണീർ കഥ പറഞ്ഞുകൊണ്ടിരുന്നത്? പാർട്ടി പരിപാടികളിൽ ഞാൻ സജീവമായി പങ്കെടുത്തിരുന്നു, സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. കേരളത്തിൽ എത്രയോ പാർട്ടി പരിപാടികൾ ഞാൻ പങ്കെടുത്തിരിക്കുന്നു. പാർട്ടി പരിപാടികൾ മാത്രമല്ല, പൊതുപരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പങ്കെടുത്തു വരുന്ന ഒരാളെ ഞാൻ പാർട്ടി വിട്ടു എന്ന് KPCC ബഹുമാന്യനായ KPCC പ്രസിഡന്റ് പറയാന്ന് പറയുമ്പോൾ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്? ഇത് മൊത്തം കൺഫ്യൂസൻ ആയല്ലോ. അപ്പൊ പാർട്ടി വിട്ടിട്ടില്ലേ? KPCC പ്രസിഡന്റ് ആധികാരികമായിട്ട് ഒരു കാര്യം പറയുമ്പോ ഇമ്മളൊക്കെ അത് വിശ്വസിക്കല്ലോ എന്റെ സുധാകരൻജി. അപ്പൊ സുധീരൻ സാറ് പാർട്ടി വിട്ടിട്ടില്ലേ? അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നാണല്ലോ പുള്ളിക്കാരൻ പറയണേ. പറഞ്ഞു പാർട്ടി വിടുന്നു സുധീരൻ പറഞ്ഞു എന്ന് പറഞ്ഞു. സുധാകരൻജി തന്നെയല്ലേ നമ്മളോട് ഇത്ര നേരം പറഞ്ഞത്? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഇപ്പൊ മനസ്സിലായ? ഇനി ഒന്ന് ഇരുത്തി ചിന്തിച്ചേ, എന്നിട്ട് പറയും പാർട്ടി വിടുന്നു സുധീരൻജി പറഞ്ഞിട്ടുണ്ടായിരുന്ന? പാർട്ടി വിടുന്നു സുധീരൻജി പറഞ്ഞിട്ടുണ്ടായിരുന്നോന്ന്? അതെ, സുധാകരൻജിക്ക് ചെറിയൊരു ഓർമ്മ പെശക് പറ്റിയതാണ് കേട്ടോ. അല്ലാണ്ട് VM സുധീരന് പണി കൊടുക്കാൻ വേണ്ടി വളച്ചൊടിച്ച് പറഞ്ഞതോ പണി വാളിയെന്ന് തോന്നി ഇപ്പൊ തിരുത്തി പറഞ്ഞതോ ഒന്നല്ല കേട്ടോ. ആരും തെറ്റിദ്ധരിക്കല്ലേ. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് തന്നെ പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കൊടുത്തു, ഒരു വിയോജനക്കുറിപ്പ്. അതിനുശേഷമാണ് ശ്രീ സുധാകരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രീതി ശരിയല്ല, ഇത് നേരത്തെ ഉണ്ടായതിനേക്കാളും മോശമായൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുക. ആ ഒരവസ്ഥ വരരുത്. അതുകൊണ്ട് കൂട്ടായ ചർച്ച വേണം, കൂട്ടായ ആലോചന വേണം. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയോഗിക്കാൻ. നിർഭാഗ്യവശാൽ ആ തരത്തിലൊരു ചർച്ചയുണ്ടായില്ല. ഏകപക്ഷീയമായ അനൗൺസ്മെന്റ് വന്നു. സുധീരൻ സാറേ, നമ്മുടെ സുധാകരൻജി ഒരു കാര്യം പറയുകയും ചെയ്യും, അത് അപ്പന്നെ മാറ്റി പറയുകയും ചെയ്യും. അറിയാലോ, പുള്ളി KPCC പ്രസിഡന്റ് ആണ്. പുള്ളിക്ക് എന്തോ ആവാം, എല്ലാരും അനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അനുസരിക്കാനല്ല ഉദ്ദേശം എന്നാണെങ്കിൽ റോസിക്ക് ഇഷ്ടമില്ലെങ്കിൽ റോസി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്നുള്ള നിലപാടാണ് നമ്മുടെ ചിങ്കത്തിനുള്ളത്. KPCC പ്രസിഡന്റ് ആ കാലമൊക്കെ ഓർക്കുകയാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് അവരെ കൂടി മുഖ്യധാരയിലേക്ക് വീണ്ടും സജീവമാക്കുക എന്നുള്ളതാണ് അന്നത്തെ ശൈലി. ഇപ്പോഴത്തെ ശൈലി എന്താ? ഒരാള് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ പോട്ടെ. വി ആർ ദി സോറി സുധീരൻജി. എല്ലാരെയും വെട്ടിനിർത്തിയ ഞങ്ങളുടെ സുധാകരൻ സാറിന് ശീലമുള്ളൂ. ഇവിടെ ഒരു രാജാവ് മതി. മുതിർന്ന നേതാക്കളും മറ്റണികളൊക്കെ അങ്ങോട്ട് മാറിക്ക. കണ്ണൂർ ചിങ്കത്തിന് വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള നിലപാടാണെന്നറിയാലോ. ഏകപക്ഷീയമായി ഒരു തീരുമാനം അങ്ങോട്ട് എടുക്കും. കേരളത്തിലെ കോൺഗ്രസിലുള്ളവർ അതനുസരിക്കണം. അതാണ് ഞങ്ങളുടെ ചിങ്കത്തിന്റെ തീരുമാനം. പക്ഷേ ഇതുകൊണ്ടൊന്നും സുധീരൻജിയുടെ കണ്ണീർ കഥ അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. അദ്ദേഹത്തിന് ഇനിയും മനസ്സോർക്കാനുണ്ട്. അദ്ദേഹവുമായി സമരസരമുള്ള ബന്ധമാണ്.
ആ ദാസ് മുൻഷിയുടെ സഹധർമ്മിണി കൂടിയായ ദീപ അവരിവിടെ വന്നു. ഇപ്പൊ സന്തോഷമാണ്. ദാസ് മുൻഷി സഹധർമ്മിണിയോട് വന്നു, AICC ചുമതലയായി വന്നു എന്നുള്ള സന്തോഷമാണ്. പക്ഷേ ഈ സുധാകരൻ ചെയ്ത അതേ ഔചിത്യരാഹിത്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാണ്, ഇതിന് മാത്രം ആളുകള് സുധീരൻജിയുടെ മെക്കെട്ട് മാത്രം കയറുന്നത് എന്താ? ആട്ടെ, എന്തുട്ടാണ് AICC ജനറൽ സെക്രട്ടറി പറഞ്ഞത്? എന്തുട്ടാണ് ശരിക്കും സംഭവിച്ചത്? ആ പ്രിയ സഹോദരിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്താ? PM സുധീരൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ആൾ സ്ഥലം വിട്ടു. പിന്നെയും ഈ ഒരു യോഗം 2 മണിക്കൂർ നീണ്ടു നിന്നിരുന്നാ പറയുന്നത്. യോഗത്തിൽ ഞാൻ പരസ്യമായി പറഞ്ഞു, ഞാനിങ്ങനെ മകൻ അമേരിക്കയിലേക്ക് പോകുന്നു, നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പോകുന്നത്, അവനെ യാത്ര അയക്കാൻ എനിക്കും കൂടെ പോകണം, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വന്നിരിക്കുകയാണ്, ദയവായി നിങ്ങൾ ക്ഷമിക്കണം, എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പരസ്യമായി പറഞ്ഞ്, യോഗത്തിൽ പരസ്യമായി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അല്ലാതെ എൻ്റെ ഭാഗം പറഞ്ഞ്, എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് മറ്റുള്ളവർ കേൾക്കാതെ ഏകപക്ഷീയമായി ഞാൻ പോയി എന്ന് പറയുന്ന ആ ഒരു രീതി ഒട്ടും ശരിയായില്ല. എവിടെ ചെന്നാലും അപമാനം മാത്രം. കേരളത്തിൽ ഒരു രക്ഷയില്ല. അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന മൊയിലാളിമാരാണെങ്കിലോ അവരും സുധാകരൻജിയെ പോലെ പെരുമാറുന്നു. ഇത്രയും ഗതികെട്ട ആള് വേറെ ആരുണ്ടാവും? ഇതിപ്പോ ഇനി സങ്കടങ്ങളൊക്കെ ആരോടാ പറയാ? ആരുടെ മുന്നിലാ ദുഃഖഭാരം ഒന്ന് ഇറക്കി വെക്ക? ഒരു മനുഷ്യന്മാരും കൂടെ നിൽക്കണില്ലല്ലോ. സുധീരൻജി സങ്കടപ്പെടാണ്ടിരിക്കെ നേതാവിന്റെ സങ്കടം തിരിച്ചറിയാൻ വിഷമത്തിന്റെ ആ കറക്റ്റ് പൾസ് അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. VM സുധീരൻ ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പാർട്ടി ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതാണ് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ, തങ്കപ്പൻ. അവഗണനയും ഒറ്റപ്പെടുത്തലൊക്കെ ചെന്നിത്തലാജി എത്ര കണ്ടതാ. കണ്ടോ പുള്ളിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയത്? കോൺഗ്രസിൽ സമ്പൂർണ്ണമായ ഐക്യവും യോജിപ്പും വേണമെന്നുള്ള എനിക്ക് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഞാൻ പറയാറുണ്ട്. അപ്പൊ അതെല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം. ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനും എതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ്. ആ ശക്തമായ നിൽക്കുന്ന ജനവികാരത്തെ യോജിപ്പിച്ച് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. പിന്നെ മുതിർന്ന നേതാവായ VM സുധീരന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യാം. ഇതാണ് എന്റെ അഭിപ്രായം. നോട്ട് ദ പോയിന്റ്. ചെന്നിത്തലാജി പറഞ്ഞു കേട്ടില്ലേ, മൂപ്പർക്ക് തന്നെ എന്തോരം സങ്കട കഥ പറയാനുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സൈഡാക്കൽ തൊട്ട് അങ്ങോട്ട് എന്തെല്ലാം കഥകള്. എന്നിട്ട് ചെന്നിത്തലാജി എന്തെങ്കിലും പുറത്ത് പറയുന്നുണ്ടോ? എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നടക്കല്ലേ ആ പാവം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. അതെ സുധാകരൻജി, നിങ്ങളിങ്ങനെ നിലപാട് പറയലും അത് പിന്നെ തിരുത്തി പറയലും പിന്നീട് ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്ത് ചില്ലായിട്ട് നടക്കുമ്പോൾ ഇടയ്ക്ക് ഈ മുതിർന്ന നേതാക്കളുടെ സങ്കടം കൂടി ഒന്ന് കേൾക്കണം കേട്ടോ. അതൊക്കെ അസ്ഥാനത്ത് ഞാനതൊന്നും ഒരു വിലകൽപ്പിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. നേരത്തെ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പൊ അത് 5 ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം. ഞാൻ പേര് പറയുന്നില്ല, ഓരോ ഗ്രൂപ്പിനെ നയിക്കുന്ന പേര് പറയേണ്ട കാര്യമില്ല. 5 ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട്. സുധാകരൻജിയുടെ ഓരോരോ കഴിവേ. ആദ്യം കോൺഗ്രസിലെ 2 ഗ്രൂപ്പല്ലേ ഉണ്ടായിരുന്നുള്ളത്, ഇപ്പൊ അത് 5 ഉയർത്തി. മുടുക്കൻ തന്നെ. KPCC പ്രസിഡന്റ് എന്ന രായാവിന്റെ മുന്നിൽ അവഗണിക്കപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ കണ്ണീർ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കഥ തുടരും. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.